ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടോടെ 24,171 എന്നുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ ആ നിഫ്റ്റി പിന്നീട് ഒരു വീക്ക്നെസ് ഉണ്ടാവുകയും 23,997 താഴുകയും ചെയ്തിരുന്നു. എന്നാൽ ആഫ്റ്റർനൂൺ സെഷനിൽ ശക്തമായി തിരിച്ചു വന്നുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഉയർന്നിട്ട് 24,300 എത്തിയതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഒരു 300 പോയിന്റിന്റെ റാലി ഇന്ന് മാർക്കറ്റിലുണ്ടായി. മാർക്കറ്റ് ഈ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് കാരണമായിട്ടുള്ളത് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഡ്രോപ്പാണ്. ഇന്ന് ഏകദേശം 10% ക്രൂഡ് ഓയിൽ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 100-ൽ താഴെ 97 എന്ന ലെവലിലൊക്കെ നമുക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴ്ന്നത് കൊണ്ട് ഇന്ത്യൻ റുപ്പിയും കുറച്ച് സ്ട്രെങ്ത് നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഡോളറിനെതിരെ 94 എന്ന ലെവലിലാണ് ഇന്ത്യൻ റുപ്പി കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ബ്രന്റ് ക്രൂഡിന്റെ വില ഏറ്റവും അവസാനമായിട്ട് 100-ൽ താഴെ പോയത് കഴിഞ്ഞ മാസം ഏപ്രിൽ 7-ാം തീയതിയാണ്. ഏകദേശം 96-98 എന്ന ലെവലിലേക്ക് താഴേക്ക് പോയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് യുദ്ധം ടോപ്പിലെത്തിയ സമയത്ത് 119 വരെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയർന്നിരുന്നു. അപ്പോൾ അന്ന് മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ പോകാനുള്ള കാരണം ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി 2 ആഴ്ചത്തെ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു. അപ്പോൾ എണ്ണവില അന്ന് കുറഞ്ഞപ്പോൾ നിഫ്റ്റിയിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അന്ന് ഉണ്ടാവുകയും 24,000 എന്നുള്ള നിർണായക ലെവലിന് മുകളിലേക്ക് നിഫ്റ്റി പോവുകയും ചെയ്തു. എന്നാൽ ഏപ്രിൽ അവസാനം ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ ക്രൂഡിന്റെ വില 110 മുകളിലേക്ക് പോയി. നിഫ്റ്റി വീണ്ടും 23,800 എന്നുള്ള റേഞ്ചിലേക്ക് താഴേക്ക് വന്നിരുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂഡ് ഓയിലിന്റെ വില ക്രമാതീതമായിട്ട് വരുമ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു വീഴ്ചയുടെ ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ചാർട്ടിൽ ലോവർ ഹൈ നിരന്തരം ഫോം ചെയ്യുന്നതായിട്ട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ യുദ്ധം മെല്ലെ മെല്ലെ ആണെങ്കിലും അത് സമാധാനത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ വന്നതാണ് പിന്നീട് വലിയ തോതിലുള്ള ഒരു ക്രാഷ് നിഫ്റ്റിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം. അപ്പോൾ ഇന്ന് ക്രൂഡ് ഓയിൽ വില വീണ്ടും 100-ന് താഴേക്ക് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലായി കാണുന്ന 24,300, 24,400 എന്നുള്ള ഒരു ലെവല് അത് ഒരുപക്ഷെ അടുത്ത ട്രേഡിംഗ് സെഷനിലൊക്കെ ക്രൂഡ് വില 100-ൽ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇന്ന് കുറയാനുള്ള കാരണമായിട്ടും കാണുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാറ് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഷിപ്പുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിന്റെ ഭാഗമായിട്ട് ട്രംപ് രൂപീകരിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന ഒരു സൈനിക നീക്കം അത് ടെമ്പററി ആയിട്ട് നിർത്തിവെച്ചതായിട്ട് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ഒരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധം കാരണം തടസ്സപ്പെട്ട ആ ഒരു ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ പഴയപടിയിലേക്ക് ആകുമെന്ന് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷയുണ്ട്. എന്നാൽ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഫൈനൽ അഗ്രിമെന്റ് ഉടൻ ഉണ്ടായേക്കുമെന്നും അമേരിക്കൻ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള നാവൽ ബ്ലോക്കേഡും ഹോർമസ് സ്ട്രേറ്റിൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും പൂർണ്ണമായിട്ടും നീക്കിയിട്ടില്ല. ഇപ്പോൾ കരാർ ഒപ്പിടുന്നതോടുകൂടി ഒരുപക്ഷെ ആ നീക്കം പൂർണ്ണമായിട്ടും എടുത്തു കളയപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യ വിക്സിന്റെ ഒരു മൂവ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ 17-ൽ നിന്ന് 16-ലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മാർക്കറ്റിന്റെ വളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ഈ രീതിയിലേക്ക് താഴേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ നിഫ്റ്റിയുടെ ഒരു ഗ്രാഫ് നമ്മൾ പരിശോധിച്ചാൽ അതൊരു സൈഡ് വേസ് റേഞ്ച് ബൗണ്ടായിട്ട് പോകുന്നതായിട്ട് കാണാം. കാരണം 23,800, 24,000 എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ് സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് നിഫ്റ്റി എപ്പോഴൊക്കെ താഴേക്ക് വരുന്നുണ്ടോ അത് 23,800 എന്നുള്ള ലെവലിൽ എത്തുമ്പോൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ബിഗ് ഇൻവെസ്റ്റേഴ്സ് അവിടെ നിന്നാണ് കാര്യമായിട്ട് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നത്. അതൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 24,300, 350 ലെവലിലൊക്കെ എപ്പോഴൊക്കെ നിഫ്റ്റി എത്തുന്നുണ്ടോ ആ ഒരു ലെവൽ മറികടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇന്നും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നിഫ്റ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ അതിൻ്റെ 50-ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ ഏതായാലും ഈ 24,350, 400 ലെവൽ കടന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അടുത്ത ലക്ഷ്യം 24,800, 25,000 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ സ്റ്റേജ് വരും ദിവസങ്ങളിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ കൊണ്ട് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ഒരു പക്ഷേ സഹായിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50-ലുള്ള മൂവ്മെൻ്റാണ് നമ്മൾ ഇത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ അല്ലെങ്കിൽ മൈക്രോ ക്യാപ്പിലോ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല നമ്മൾ കാണുന്നത്. അവിടെ നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ശക്തമായ മുന്നേറ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ ആ ഒരു റാലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇന്നും അത് നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ 3 മുതൽ 4% വരെ മുന്നേറിയ സ്റ്റോക്കുകളിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കാരണം മുന്നേറിയ 2 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് ഇൻഡിഗോ എയർലൈൻസും മറ്റൊന്ന് ഏഷ്യൻ പെയിൻസുമാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളും അതുപോലെ ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ് പോലെയുള്ള സ്റ്റോക്കുകൾ 3 മുതൽ 4% വരെ മുന്നേറിയതായിട്ട് കാണാം. ഇന്നത്തെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള തിരിച്ചുവരവ് അത് നിഫ്റ്റിയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഓട്ടോ സെഗ്മെൻറ്റിലും ഫാർമ സെഗ്മെൻറ്റിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാലിറ്റി സെഗ്മെൻറ്റിലുള്ള ഒരു റാലി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും 2% മുന്നേറ്റം റിയാലിറ്റി ഇൻഡെക്സിൽ ഉണ്ടായിട്ട് കാണാം. ഇന്ന് റിസൾട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. അപ്പോൾ അവരുടെ ഒരു Q4 റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 3% ഒരു ഇടിവ് നമുക്ക് ഈ ലാർസൻ ആൻഡ് ടൂബ്രോയുടെ റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ എക്സെപ്ഷണൽ ഗെയിൻസിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു ലാഭം ഈ വർഷം ഉണ്ടായിട്ടില്ല. അതാണ് ഈ പ്രോഫിറ്റ് കുറയാൻ കാരണമായിട്ടുള്ളത്. എന്നാൽ റവന്യൂവിൽ 11% വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്റ്റുകളുടെ ആ ഒരു മികച്ച എക്സിക്യൂഷൻ അത് ഇവരുടെ റവന്യൂ വർദ്ധിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ടിനോടനുബന്ധിച്ച് 38 രൂപയുടെ ഒരു ഫൈനൽ ഡിവിഡൻഡ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. L&Tയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ 7.4 ലക്ഷം കോടിയായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇവർ 4.35 ലക്ഷം കോടിയുടെ ഓർഡർ ബുക്കാണ് നേടിയിട്ടുള്ളത്. അതായത് 22% വർധനമാണ് ഓർഡർ ബുക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഒരു മൊത്തം വരുമാനത്തിൻ്റെ 53% വരുന്നത് വിദേശത്ത് നിന്നാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള ഇടിവിന് കാരണം കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ വിലക്കയറ്റവും അതുപോലെ മിഡിൽ ഈസ്റ്റിലുണ്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഇവരുടെ മാർജിനെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള ഇടിവ് സ്റ്റോക്ക് പ്രൈസിനെ തീർച്ചയായിട്ടും ബാധിച്ചേക്കാം. എന്നാൽ കമ്പനിയുടെ കയ്യിലുള്ള വമ്പിച്ച ഓർഡറുകളും ഹൈടെക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള വളർച്ചയും ലോങ് ടേമിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ വരും ക്വാർട്ടറുകളിൽ ഇവരുടെ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ഇവരുടെ ഒരു പ്രോഫിറ്റ് മുന്നേറ്റം നമുക്ക് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ഇടിവ് ഒരു നല്ല അവസരമായിട്ട് കാണാവുന്നതാണ്. കാരണം മികച്ച ഓർഡർ ബുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് സർക്കാർ നൽകുന്ന മുൻഗണനകളൊക്കെ ഈ സ്റ്റോക്കിൽ ഇനിയും പോസിറ്റീവായിട്ട് തന്നെ വരാം. എന്നാൽ ഒരു ഷോർട്ട് ടേം വ്യൂവിലാണ് ഈ സ്റ്റോക്കിനെ സമീപിക്കുന്നതെങ്കിൽ നിലവിലുള്ള ഗ്ലോബൽ അൺസർട്ടനിറ്റിയുടെ ആ ഒരു ഇമ്പാക്റ്റ് ഇനിയും ഈ സ്റ്റോക്കിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും താഴോട്ടേക്ക് ഈ സ്റ്റോക്ക് വന്നേക്കാം. ഇപ്പോൾ പല ലീഡിംഗ് ബ്രോക്കറേജുകളും ഇതിന് ഇപ്പോഴും ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഓരോ ഇടിവിലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സിപ്പ് മോഡലിൽ വാങ്ങുന്നതായിരിക്കും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഗുണം ചെയ്യുക. ഇനി നമ്മൾ റിസൾട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കോഫോജ് ആണ്. വളരെ അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ 8% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 136% ഒരു വർധനമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. വരുമാനത്തിൽ 30% വളർച്ച ഉണ്ടായിട്ടുള്ളത്. ഡോളർ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വരുമാനം $459 മില്യൺ ആയിട്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇവരുടെ എബിറ്റ് മാർജിൻ 16% എന്ന ലെവലായിട്ട് ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം IT സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളിലും അവരുടെ റിസൾട്ടിനോടനുബന്ധിച്ച് കാണിച്ചിട്ടുള്ള മാർജിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു മാർജിൻ ഇവർക്ക് കൈവരിക്കാനായത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ അടുത്ത ഒരു 12 മാസത്തേക്ക് നടപ്പിലാക്കാനുള്ള ഇവരുടെ ഒരു എക്സിക്യൂട്ടബിൾ ഓർഡർ ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ $1.75 ബില്യൺ ഏകദേശം 14,500 കോടിയിലധികം വരുന്ന ഒരു ഓർഡർ ബുക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16% കൂടുതലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം ഇവർ 5ഓളം ലാർജ് ഡീലുകൾ ഇവർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫ്യൂച്ചർ ഗൈഡൻസിൽ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കമ്പനിയുടെ ആ ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസി 25% മുതൽ 35% വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് കരുതുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇവരുടെ മാർജിൻ ഉയർത്താൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അപ്പോൾ അടുത്ത FY27 ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നിലനിർത്താൻ ഇവർക്ക് സാധിക്കുമെന്നാണ് ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഭൂരിഭാഗം ബ്രോക്കറേജ് സ്ഥാപനങ്ങളും കോഫോജിൻ്റെ ഒരു ബുള്ളിഷ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജെഫ്രീസൊക്കെ ഇതിനെ ടോപ്പ് പിക്കായിട്ട് അവരുടെ ലിസ്റ്റിൽ ആയിട്ട് കാണാം. അപ്പോൾ മറ്റ് IT ജയൻറ്റ് കമ്പനികളുടെ വളർച്ചയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോഫോജിൻ്റെ റിസൾട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വലിയ ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ ഇനി മറ്റൊരു സ്റ്റോക്കിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം 95% വളർച്ച നേടിയ ഒരു സ്റ്റോക്കാണിത്. അതായത് 72 രൂപ എന്ന ലെവലിൽ ഏപ്രിൽ ആദ്യവാരം ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 142 എന്ന ലെവലിലാണ്. അപ്പോൾ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അഥവാ HFCL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ Q4 റിസൾട്ടിൽ 128% ഇവരുടെ റവന്യൂ ഉയർന്നിട്ടുള്ളത്.
കൂടാതെ പ്രോഫിറ്റിലാണെങ്കിൽ നഷ്ടത്തിൽ നിന്നും ഇവർ 184 കോടിയുടെ ലാഭം ഉണ്ടാക്കിയതായിട്ടും കാണാം. അപ്പോൾ കമ്പനിയുടെ പക്കലുള്ള ആ ഒരു ഓർഡർ ബുക്ക് അതിൻ്റെ ഒരു മൂല്യം ഏകദേശം 21,200 കോടിയായിട്ടാണ് കാണുന്നത്. കൂടാതെ 1.1 ബില്യൺ, അതായത് ഏകദേശം 9,000 കോടിയുടെ ഒരു എക്സ്പോർട്ട് ഓർഡറും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു വമ്പൻ ഓർഡർ ബുക്ക് ഇവരുടെ ഫ്യൂച്ചർ വരുമാനത്തിൽ വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ഇപ്പോൾ കമ്പനി അവരുടെ ബിസിനസ്സിൽ ചില സ്ട്രാറ്റജിക് ചേഞ്ചുകൾ വരുത്തിയിരുന്നു. കൂടുതലായിട്ട് സർക്കാർ പ്രൊജക്റ്റുകളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഒരു ടെലികോം കമ്പനി നീങ്ങിയിരുന്നത്. ഇപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ 84% വരുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. അപ്പോൾ അവരുടെ 40%-ലധികം വരുമാനം വരുന്നത് എക്സ്പോർട്ടിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു 5G റോൾ ഔട്ട് പൂർണ്ണതോതിലായതും അതുപോലെ 6G ഗവേഷണത്തിനായിട്ട് IIT ഡൽഹിയുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഈ കമ്പനിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഡിഫൻസ് മേഖലയിലും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ നിർമ്മാണത്തിൽ HFCL വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാത്രം ഈ സ്റ്റോക്ക് 10% ഉയർന്നിട്ട് 142 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ 52 വീക്ക് ഹൈ പ്രൈസാണ്. ഈ രീതിയിലൊരു മുന്നേറ്റം നടന്നുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE 69 എന്ന ലെവലാണ്, ഇൻഡസ്ട്രി PE 17 എന്ന ലെവലിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവരുടെ ഒരു മീഡിയൻ PE 47 എന്ന ലെവലാണ്. PEG റേഷ്യോ സൂചിപ്പിക്കുന്നത് 59 എന്ന ലെവലാണ്, ഹൈലി ഓവർ വാല്യൂഡാണ്. കൂടാതെ RSI 91 എന്ന ലെവലിൽ ഓവർബോട്ട് സോണിലാണ്. പക്ഷേ കമ്പനിയുടെ Q4 റിസൾട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു വമ്പിച്ച വളർച്ച കാരണം ഭാവിയിലെ ഒരു ഫോർവേഡ് ഏണിങ്സ് അത് ഈ ഒരു PEയെ ന്യായീകരിക്കുന്നതാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എങ്കിലും 143, 145 ലെവൽ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ലെവൽ മറികടന്നാൽ ഒരു പക്ഷേ 160 വരെ ഈ സ്റ്റോക്ക് പോയേക്കാം. എന്നാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ കാണുന്നത് 128, 130 ലെവലിലാണ്. അപ്പോൾ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിനൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ 120, 130 എന്ന റേഞ്ചിൽ ഒരു കൂൾ ഓഫ് ഒരു പുൾ ബാക്ക് നടക്കുമ്പോൾ വാങ്ങുന്നതായിരിക്കും കൂടുതൽ സേഫ്. എന്നാലൊരു അഗ്രസീവ് ബൈങ് ആണ് ഉദ്ദേശിക്കുന്നതിൽ ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ട് അടുത്ത ഒരു ഡിപ്പിൽ കൂടുതൽ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.